തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പാകുന്ന സെമി ഫൈനൽ വിജയകരമായി നേടിയ UDF നിയമസഭാ തെരഞ്ഞെടുപ്പാകുന്ന ഫൈനൽ മത്സരത്തിൽ ചരിത്ര വിജയം നേടുമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്. നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാല എന്ന UDF കോട്ട സംരക്ഷിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന നിശ്ചയിച്ചു. മാണി സി കാപ്പന് നാളിതുവരെ ലഭിച്ചതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാൻ ജനപ്രതിനിധികളെ മുൻമന്ത്രി കൂടിയായ KC ജോസഫ് ആഹ്വാനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ എല്ലാം മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. നമുക്കറിയാം, ജനങ്ങളുടെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കണം, UDF ഭരിക്കണമെന്നാണ്. നിങ്ങളെല്ലാം തെരഞ്ഞെടുപ്പുകൾ, പ്രദേശ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ നിങ്ങളുടെ വാർഡുകളിൽ ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചവരാണ്. നിങ്ങൾക്കറിയാം, എന്താ ജനവികാരമെന്നറിയാം. മുൻപൊരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വലിയ അനുകൂലമായ ട്രെൻഡ് ഇന്ന് കേരളത്തിൽ UDF ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് 10 കൊല്ലക്കാലത്തെ ദുരന്തം അവസാനിക്കണം. ആ ദുരന്തം അവസാനിച്ച് ഒരു പുതിയ യുഗം പറക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും. പ്രതിപക്ഷത്തിരുന്ന മാണി സി കാപ്പൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുവെന്നും എങ്കിൽ ഭരണപക്ഷത്തെത്തുന്നതോടെ വികസന വിപ്ലവത്തിലൂടെ നിയോജക മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന മുൻമന്ത്രി കൂടിയായ KC ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ 6.5 വർഷം പ്രവർത്തനങ്ങൾ നാടിന്റെ നന്മയ്ക്കും നാട്ടുകാരുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള സമർപ്പണമായിരുന്നുവെന്നും തുടർന്നും അങ്ങനെ ആയിരിക്കുമെന്നും യോഗത്തിൽ സംബന്ധിച്ച മാണി സി കാപ്പനും പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ ടൂറിസം, കൃഷി മേഖലകളിൽ തന്റെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. UDF പ്രതിനിധി ഈ നിയോജക മണ്ഡലത്തിൽ വിജയിക്കുമ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പൽ, ബാങ്ക് സമിതി അംഗങ്ങൾ എന്നിവർ കൂടുതൽ ശക്തരാകുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്മോൻ മുണ്ടയ്ക്കൽ, R ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ജോസ് പ്ലാക്കൂട്ടം, ജോയിസ് കറിയ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസി പൊയ്കിയൽ, KK ശാന്താറാം, യമുന പ്രസാദ്, ലാലി സണ്ണി, സുബി സുരേഷ്, ഷൈനി ബെന്നി, ബിൻസി ടോമി, ജോമി ബെന്നി, ജനപ്രതിനിധികളായ N സുരേഷ്, R പ്രേംജി, CT രാജൻ, ബിനു പുളിക്കക്കണ്ടം, R സജീവ്, ജോസഫ് കണ്ടത്തിൽ, ഹരിദാസ് അടമന്തറ, അലൻ കാക്കാട്ടിൽ, ജോഷി ജോഷുവ, ക്രിസ്ത്യൻ ജോൺസ്, ഗീത സജി, വിജയകുമാരി MS, ശൈലജ രവീന്ദ്രൻ, അൽഫോൻസ ജോസ്, സിജി ടോണി, ആൻസി ഷാജി എന്നിവരും പ്രസംഗിച്ചു. പഞ്ചായത്ത്, നഗരസഭ ജനപ്രതിനിധികൾ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ 125 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. i4A ന്യൂസ്, പാല.